ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓറഞ്ച് കൊണ്ടൊരു അടിപൊളി ഡ്രിങ്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 4 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള 4 ഓറഞ്ച് എടുക്കുക. അത് അത്യാവശ്യം നല്ല മധുരമുള്ള ഓറഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ 2 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഓറഞ്ച് നല്ലോണം പൈസ വില കുറവിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഞാൻ കഴിച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല മധുരം തോന്നിയിട്ടുണ്ട്. അപ്പോൾ നല്ല മധുരമുള്ള ഓറഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓറഞ്ചൊക്കെ ഒന്ന് തോല് കളഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ കുരു നമുക്ക് എങ്ങനെ പെട്ടെന്ന് കളയാമെന്നുള്ള അതുകൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഓറഞ്ചിൻ്റെ ഡ്രിങ്ക് അല്ലേ എന്ന് കരുതിയിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. കുറച്ച് ചെരുവകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഓറഞ്ചിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം മധുരം ഉണ്ട് കേട്ടോ ഓറഞ്ചിന്. അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ചേർത്തത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 കുഞ്ഞ് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ഏലക്കയൊക്കെ ആണെങ്കിൽ 1 ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്നത് ഏലക്കയൊന്ന് പൊടിയാനും അതുപോലെ തന്നെ പിന്നെ ഓറഞ്ച് ജ്യൂസ് അല്ലേ, അപ്പോൾ ഓറഞ്ച് കുറേ നേരിട്ട് അടിക്കാതിരിക്കാനുമാണ്. പഞ്ചസാര അടിയുന്നവരെ നമ്മൾ അടിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാനാണ് പഞ്ചസാര ആദ്യം തന്നെ പൊടിച്ചെടുത്തത്. ഇനി നമ്മൾ കുരു എങ്ങനെയാണ് കളയുന്നത് വെച്ചാൽ, ഒരു ഓറഞ്ചിനെ തോലൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ മുഴുവനാക്കി കളഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിനെ 2ആയിട്ടൊന്ന് നടുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് കുരുവിനെ ഇതുപോലെ റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് കുരുവൊക്കെ ഇങ്ങനെ നീക്കം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനിയിപ്പോൾ നോമ്പ് ഒക്കെ വരികയല്ലേ, അപ്പം നമുക്ക് ഇതുപോലെയൊക്കെ ഒരു ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കാൻ കുരുവൊന്നും കളഞ്ഞ് സമയം കളയേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ മുഴുവനായിട്ടും ഇതുപോലെയൊക്കെ കുരുവെല്ലാം കളഞ്ഞെടുക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ദാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി കുറേ ചേർക്കണ്ട കേട്ടോ. ഇത്ര ഉള്ളൊരു ചെറിയ പീസ് 4 ഓറഞ്ച് എടുക്കുന്ന സമയത്ത് ചേർത്താൽ മതിയാകും. ഞാൻ ചെറുതായിട്ടൊന്ന് കട്ടാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ല മിക്സിയിൽ അരിഞ്ഞു കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 പുതിന ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം കേട്ടോ ഇതിൽ കൊള്ളുക. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ലൂസിൽ അടിക്കേണ്ട കേട്ടോ. ഈ ഒരു വെള്ളം കറക്റ്റ് പാകമാണ് 4 ഓറഞ്ചിലേക്ക്. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിൽ കൂടി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. കുറേ നേരമൊന്നും ഓറഞ്ചിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടേസ്റ്റ് മാറും. അപ്പോൾ എന്താ പറയുക, ജസ്റ്റ് നന്നായിട്ടൊന്ന് കറക്കിയാൽ തന്നെ ഓറഞ്ചിലെ ജ്യൂസ് മുഴുവനായിട്ട് ഇറങ്ങിക്കോളും. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ ഓറഞ്ചൊക്കെ ഒരുപാട് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അഭിപ്രായം കുറവാണല്ലോ വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നോമ്പൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ജ്യൂസ് ഐറ്റംസും എല്ലാവരും തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഇതുപോലെ ഒരു ഓറഞ്ച് ജ്യൂസും സിമ്പിളായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കി നോക്കൊണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ ഇത് നമുക്കൊരു സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കറുത്ത കസുകസൊക്കെ കുറച്ചൊന്ന് പുതിർത്തിട്ടോ അല്ലെങ്കിൽ ചിയാ സീഡൊക്കെ ഒന്ന് പുതിർത്തിട്ടോ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു ഇങ്ങനെ പ്ലെയിനായ രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക. ലൈക്കും ചെയ്യാം കേട്ടോ. മിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.